എക്സ്പെക്റ്റ് ചെയ്യാത്ത ചേഞ്ച് ഇപ്പം ലാസ്റ്റായിട്ട് അർച്ചന സച്ചിയുമായിട്ട് കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ദേഷ്യപ്പെടുന്ന ക്യാരക്ടറാണ് അർച്ചന. പക്ഷേ അത് സച്ചിനെ മനസ്സിലാക്കാനുള്ള ഒരു ടൈം കൊടുത്തില്ല എന്നുള്ളൊരു സംഭവം വന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. കാരണം ഇതുവരെ സച്ചി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അർച്ചന അത് കേൾക്കാൻ ഒരു സമയം കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അതിന് ഇത്തവണ കുറച്ച് സമയം കൊടുത്തില്ല. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പെട്ടെന്നുള്ളൊരു ജംബിയലായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ധനുഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവന്തികയുടെ ലൈഫിൽ വരും എന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ് ധനുഷ് എന്നെ ചീറ്റ് ചെയ്യും എന്നുള്ളതും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആ ഒരു സംഭവമാണ് എനിക്ക് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് എന്ന് തോന്നിയത്. സീരിയലിൽ വേറൊരു വേഷം ചെയ്യണമെങ്കിൽ മീരയുടെ ക്യാരക്ടർ, എനിക്ക് മീരയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സീരിയസ് ആണ്, ചില സമയം കിണറും കൊടുക്കാൻ തോന്നും, ചില സമയം ഭയങ്കര സ്നേഹം തോന്നും. ആ ഒരു ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇല്ല, എനിക്ക് എൻ്റെ വേഷം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് അങ്ങനെ വേറെ ആളുടെ വേഷം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല. അവന്തിക ഓൺലി. ചാലഞ്ചിങ് ആയിട്ടുള്ള സീൻ ഈ ലാസ്റ്റ് തന്നെ ഞാനും സച്ചിയും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് നടന്നു. ലക്ഷ്മീനെ കുറിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാക്കുതർക്കൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊരു 6 മിനിറ്റ് സീൻ ഒറ്റ ഷോട്ടിൽ പോവാണെന്ന് പറഞ്ഞു. അതെടുത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്. ഭയങ്കര സ്ട്രീനായിട്ട് നിന്ന് കൈയൊക്കെ കോടി പിടിച്ചു പോയി. ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ഇങ്ങനെ ചൂണ്ടുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇങ്ങനെ പിടിക്കണം എനിക്ക് വരുന്നുണ്ടായില്ല, ഇങ്ങനെ കോടി പോയായിരുന്നു. അത് കുറേ സ്ട്രെയിൻ ചെയ്ത് എന്താ പറയുക, ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. 6 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂസ് നിന്ന് ആ സാധനം ചെയ്തു. എല്ലാ സീനും ഓൾമോസ്റ്റ് എന്നെ സംബന്ധിച്ച് നല്ല ചാലഞ്ചിങ് തന്നെയായിരുന്നു. ചാലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എന്നെ ഇറക്കി വിടുന്ന പോർഷൻ അത് എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭയങ്കര ഡൗൺഫോൾ, അതായത് നമ്മളുടെ ഈ ക്യാരക്ടർ സ്റ്റാർട്ടിങ് മുതൽ ബിൽഡ് ചെയ്ത ഒരു വലിയൊരു സാമ്രാജ്യത്തിൽ നിന്ന് താഴെ വരുന്ന സാധനം ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് തോന്നണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സോ അത് കൺവേ ആവാനായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിരിയാനാവാതെ ഈ പവിത്ര ബന്ധം, മാംഗല്യം, പുത്തൻ അധ്യായം എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സി കേരളം TV ചാനൽ.